എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ല. ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ നിശ്ചയദാർഢ്യം തകർക്കാമെന്നാണ് അധിനിവേശക്കാരുടെ വിശ്വാസം. അത് നടപ്പില്ല. 3 മക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിട്ടും ഒട്ടും കൂസാക്കാതെയാണ് ഇസ്മായിൽ ഹനിയ ഉള്ളത്. ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ രണ്ടും കൽപ്പിച്ചു തന്നെ. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ മരണത്തെയും സ്നേഹിക്കുന്നുവെന്നാണ് ഹമാസിന്റെ വിഖ്യാതമായ തലവാചകം. പിറന്ന ഈ മസ്തിഷ്കം അത്ര പെട്ടെന്നൊന്നും തളർന്നു പോവുകയില്ല. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടപ്പോൾ അയാൾ സങ്കടപ്പെടുകയല്ല, മറിച്ച് ഏതൊരു ഹമാസ് തീവ്രവാദിയെ പോലെയും മരണം ആഘോഷിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഗസ സിറ്റിയിലെ അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപം വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഇസ്മായിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത്. ഇസ്മായിൽ ഹനിയയുടെ 3 ആൺമക്കളായ ഹസേം, അമീർ, മുഹമ്മദ് എന്നിവരും 4 പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. ഹനിയയുടെ മൂത്ത മകൻ തന്റെ 3 സഹോദരന്മാരുടെ മരണം ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ഥിരീകരിച്ചിരുന്നു. എന്റെ സഹോദരങ്ങളായ ഹസീം, അമീർ, മുഹമ്മദ് അവരുടെ മക്കളുടെയും രക്തസാക്ഷിത്വം നൽകി ഞങ്ങളെ ആദരിച്ച ദൈവത്തിന് നന്ദി എന്നായിരുന്നു ഇതിൽ കുറിച്ചത്. ഗസ സിറ്റിയിലെ ഹോം അഭയാർത്ഥി ക്യാമ്പായ ഷാദിയിൽ ഈദുൽ ഫിത്തർ അവധിക്കാലത്തിന്റെ ആദ്യ ദിവസം കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ഇവർ ആക്രമണത്തിൽ ഇരയായത് എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗസയിലെ ഹനിയയുടെ കുടുംബ വീട് തകർന്നിരുന്നു. ഇപ്പോൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും യുഎസിന്റെ നേതൃത്വത്തിൽ കൊയ്റോയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. ഇത് വെടിനിർത്തൽ ചർച്ചകളെയും ബന്ദികളുടെ മോചനത്തെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഹനിയയുടെ മക്കളുടെ കൊലയിൽ വലിയ രീതിയിൽ ആഗോള മനസാക്ഷി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തങ്ങളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് ഹനിയ. ഗസയിൽ ഈ രീതിയിൽ മതം കലർത്തി ചാവേറുകളെ സൃഷ്ടിക്കുകയും ജൂത സമൂഹത്തെ മുച്ചൂടും മുടിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത ആളാണ് ഹനിയ. കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് ഇടയാക്കിയ തലച്ചോറിൽ ഒന്ന് ഹനിയയുടെ തന്നെയായിരുന്നു. ശതകോടീശ്വരൻ കൂടിയാണ് ഹനിയ. ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ഇസ്ലാമിക സംഘടന ഇപ്പോൾ ഹമാസ് ആണ്. ഇസ്രായേലിന്റെ കൊടിയാക്രമണത്തിൽ വിറങ്ങലിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഗസക്കാർ ദുരിത ജീവിതം നയിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വിറ്റ് കോടീശ്വരനായ ഹമാസ് നേതാക്കൾ സുഖജീവിതം നയിക്കുന്ന എന്ന വാർത്ത കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പാണ് വന്നത്. ഈ ഹനിയയ്ക്ക് 13 മക്കളാണുള്ളത്. ഇവരിൽ ഭൂരിഭാഗവും ഖത്തറിൽ സുഖജീവിതമാണ് നയിക്കുന്നത്. അതിലാദ്യമായി ഇന്ന് അവധി ആഘോഷിക്കാനായി എത്തിയപ്പോഴേക്കുമാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് പലരും നെതന്യാഹു അടക്കമുള്ളവർ അറിഞ്ഞിരുന്നില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഇനിയും അറിയേണ്ടതുണ്ട്.